കുഞ്ഞാറ്റയും അമലും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെങ്ങും നിറഞ്ഞു നിൽക്കുന്നത്. അടുത്തിടെയായിരുന്നു ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞതും. ഞാൻ അത്രയും അനുഭവിച്ചു എന്നായിരുന്നു അമൽ പറഞ്ഞത്. 2023 എനിക്കെതിരെ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിരുന്നു. ഞാനൊരു സ്ത്രീക്ക് മോശമായി മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞാണ് കേസ് കൊടുത്തത്. അറിയാത്ത നമ്പറിൽ നിന്ന് മെസ്സേജ് വന്നിരുന്നു. ആരാണെന്ന് ചോദിച്ചപ്പോഴാണ് കൂടുതൽ ചാറ്റ് ചെയ്തത്. ഒരു ഫോട്ടോ അയച്ചു തന്നിരുന്നു. ഇത് എന്തോ പണിയാണല്ലോ എന്ന് തുടക്കത്തിൽ സംശയിച്ചത് അമൽ പറഞ്ഞിരുന്നു. റീൽസിലൊന്നും കാണുന്നത് പോലെയല്ല യാഥാർത്ഥ്യം. ഒരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത രീതിയിലേക്ക് തന്നെ മാറ്റിയത് മുൻ ഭാര്യയാണെന്നാണ് അമൽ പറഞ്ഞത്. പൊന്നൂസിന് മോശമായി മെസ്സേജ് അയച്ചതും വിഷയമായിരുന്നു. പൊന്നൂസ് തൻ്റെ നല്ല ഫ്രണ്ടാണെന്നും ഇതേക്കുറിച്ച് അവളോട് ചോദിക്കേണ്ടതായി വന്നിട്ടില്ലെന്നുമാണ് കുഞ്ഞാറ്റ മുമ്പ് പറഞ്ഞത്. വളരെ വൾഗറായി മറ്റൊരാൾക്ക് മെസ്സേജ് അയച്ചതും കയ്യോടെ പിടിച്ചിരുന്നു. അന്ന് ക്ഷമയൊക്കെ പറഞ്ഞതാണ്. അതിനുശേഷം ഫാൻ പേജൊക്കെ നോക്കുന്നൊരു പെൺകുട്ടിയോട് മോശമായി പെരുമാറി. 5-6 കേസ് കഴിഞ്ഞതിന് ശേഷം ഇനി ഇങ്ങനെ പോവത്തില്ല, ലഹരിയൊന്നും ഉപയോഗിക്കില്ല എന്നൊക്കെ പറഞ്ഞത്. ഞങ്ങൾ തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളായതോടെയാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയത് എന്നും കുഞ്ഞാറ്റ പറയുന്നുണ്ട്. അതിനിടയിൽ വേറൊരു സിം എടുത്ത് മെസ്സേജ് അയച്ചിരുന്നു. ഇപ്പോഴും പഴയതുപോലെയാണോ എന്നറിയാനായി ചെയ്തതായിരുന്നു. ലഹരിയുടെ ഫോട്ടോയൊക്കെ അയച്ചു തന്നിരുന്നു. അതൊക്കെ വെച്ചാണ് പെറ്റീഷൻ കൊടുത്തത്. കൗൺസിലിംഗ് സമയത്തൊക്കെ കരച്ചിലായിരുന്നു. വിശ്വാസമൊക്കെ പോയെങ്കിലും കുഞ്ഞിനെ ഓർത്ത് ഞാൻ വീണ്ടും ഇവനോട് ഒന്നിച്ചു. അതിനുശേഷം പഴയതുപോലെ തന്നെ. ഞാൻ ജീവിതത്തിൽ ആകെ സ്നേഹിച്ചത് ഇവനെയായിരുന്നു. അവനെ തന്നെ വിവാഹം ചെയ്തു. എനിക്ക് എക്സ് ഒന്നുമില്ല. ഞാൻ ഡിവോഴ്സ് പോസ്റ്റ് ഇട്ടപ്പോൾ ഒത്തിരി പേരാണ് എനിക്ക് മെസ്സേജ് അയച്ചത്. നിങ്ങളുടെ കുടുംബം തകരേണ്ടത് കരുതിയാണ് പറയാതിരുന്നതെന്നായിരുന്നു അവർ പറഞ്ഞത്. മോനെ കാണിക്കുന്നില്ല എന്നാണ് അവൻ പറയുന്നത്. കോടതി പ്രകാരം അവനെ കാണാനുള്ള അവകാശം അവൻ്റെ അപ്പനുണ്ട്. വന്ന് കാണാത്തത് എൻ്റെ പ്രശ്നമല്ല. 2 മാസം ചെലവിനായി 5000 രൂപ കൊടുത്തിരുന്നു. കൊച്ചിന് എന്നോട് സ്നേഹമില്ല, ഇനി കാണാനും വരുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. പുള്ളി പരാതി കൊടുത്ത് കൊച്ചിൻ്റെ കസ്റ്റഡി എനിക്ക് തന്നതാണ്. കൊച്ചിനെ ഞാനാണ് നോക്കുന്നത്. അവൻ ചെലവിനൊന്നും കൊടുക്കുന്നില്ല. കൊച്ചിന് ഒരു സാധനം പോലും വാങ്ങിക്കൊടുക്കാറുമില്ല. ഇപ്പോൾ കൊച്ചിനെ കാണിക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞ് കരയുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നുമില്ല. അക്കൗണ്ട് ഹാക്ക് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞ് നല്ല പിള്ളയാവാൻ നോക്കുന്നത് വെറുതെയാണ്. തെളിവുകളോടെയാണ് ഞാൻ പിടിച്ചത്. 6 മാസം ഗർഭിണിയായിരുന്നപ്പോൾ ഞാൻ തൂങ്ങിയതായിരുന്നു. അന്ന് മരിച്ചു പോയാൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ചു പോയിട്ടുണ്ട്. പ്രസവശേഷം കുഞ്ഞിന് വയ്യാതായിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ ഫ്രണ്ടിനെ വിളിക്കാനാണ് അവനും അമ്മയും പറഞ്ഞത്. ആ സമയത്ത് അവൻ എന്നെ അടിച്ചപ്പോൾ ബോധം പോയി. മുഖത്ത് അടിയുടെ പാടുണ്ടായിരുന്നു. വീട്ടിൽ നടന്ന കാര്യങ്ങളൊന്നും പറയരുതെന്ന് അമ്മ പറഞ്ഞിരുന്നു. ആശുപത്രിക്കാർ ചോദിച്ചപ്പോൾ ഞാൻ വീണതായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇതൊന്നും അല്ല, ഇതിലും അധികം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഡിവോഴ്സായിട്ട് 1 വർഷമാവാൻ പോകുന്നു. എന്നിട്ടും ഇതൊന്നും അവസാനിക്കുന്നില്ലല്ലോ എന്നോർക്കുമ്പോൾ സങ്കടമാണെന്നും. ഡിവോഴ്സിന് ശേഷം ഞാൻ എങ്ങനെ ജീവിച്ചാലും നിനക്കെന്താണ് കുഴപ്പം? എനിക്ക് എൻ്റെ വീട്ടുകാരെ മാത്രം ബോധിപ്പിച്ചാൽ മതിയല്ലോ. എൻ്റെ കൂട്ടുകാരുടെ കയ്യിൽ നിന്നും പൈസ മേടിച്ചതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഞാൻ കുടുംബം നോക്കുന്നുണ്ട്, കൊച്ചിനെ നോക്കുന്നുണ്ട്. ഇനി ഇവൻ്റെ ചെലവും കൂടെ നോക്കണോ എന്നായിരുന്നു കുഞ്ഞാറ്റ ചോദിക്കുന്നത്.